ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പുതിയതായിട്ടൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ള മാക്സിമം വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കിപ്പോൾ അടുത്തുള്ള നമ്മുടെ ചുറ്റളവിലുള്ള നമ്മുടെ റിലേറ്റീവ്സിനും നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നിങ്ങളുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നിങ്ങൾ ഡെലിവറി ചെയ്യുക, അവർക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഡെലിവറി ചെയ്യാം. പക്ഷേ ദൂരെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാളുടെ ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ ആണുള്ളതെന്ന് വിചാരിക്കുക. നമ്മുടെ കസ്റ്റമർ ഇതാണ്. നമ്മുടെ കസ്റ്റമർ കിടക്കുന്നത് ഇപ്പോൾ ഒരു ഉത്തർപ്രദേശിലേക്കാണെന്ന് വിചാരിക്കാം. ഈ ഉത്തർപ്രദേശിലുള്ള കസ്റ്റമർക്ക് നമുക്ക് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നേരിട്ട് ഡെലിവറി ചെയ്യാൻ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്കിവിടെ ഇൻ്റർമീഡിയറ്റ് ഒരാൾ ആവശ്യമാണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ സർവീസ്, അവർക്ക് ഈ ലോകം മൊത്തം സർവീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവരത് എന്ത് ചെയ്യും, നമ്മുടെ കസ്റ്റമർക്ക് ഡയറക്റ്റായിട്ട് സേഫായിട്ട് കൊണ്ടു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ കൊറിയർ സർവീസുകൾ എന്ന് പറയുന്നത് നമുക്ക് പല കൊറിയർ സർവീസുകളും ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ എല്ലാ പ്രൈവറ്റ് കൊറിയേഴ്സും നമുക്ക് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കില്ല. എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസാണ്. ഓക്കെ, അതായത് നമ്മൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെ എടുത്താലും നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് നിങ്ങൾക്ക് ഒരു ഐറ്റം ഇവിടുന്ന് അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റൽ സർവീസ് വഴി ഈസി ആയിട്ട് അയക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് എങ്ങനെ കൊറിയർ അയക്കാം, പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. ഇപ്പോൾ അങ്ങനത്തെ വീഡിയോ ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെ സേഫായിട്ട് പാക്ക് ചെയ്യാം, എങ്ങനെ അത് അയക്കാം എന്നുള്ളതൊക്കെ. പിന്നെ ഈ പ്രൈവറ്റ് കൊറിയേഴ്സിനെ കുറിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പ്രൈവറ്റ് കൊറിയേഴ്സ് നമ്മുടെ പോസ്റ്റൽ സർവീസിനേക്കാളും പെട്ടെന്ന് ഡെലിവറി ചെയ്യാറുണ്ട് ചില സർവീസുകൾ കേട്ടോ. ഇനിയിപ്പോൾ പ്രൈവറ്റ് കൊറിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു കൊറിയറിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേര് പറയാത്തത്. അതായത് ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് DTDC, ST കൊറിയർ, അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് സേഫ്, പ്രൊഫഷണൽ, ഡൽഹിവറി, ഇതൊക്കെ പ്രൈവറ്റ് കൊറിയേഴ്സാണ്. പ്രൈവറ്റ് കൊറിയർ ആണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ സർവീസിന് അവരൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. അല്ലാതെ ഫ്രീ ഡെലിവറി ഇതുവരെയും ആരും എവിടെയും കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും ഒരു ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, കാരണം നമ്മുടെ കയ്യിലുള്ളൊരു ഐറ്റം അത് വേറൊരാൾക്ക് എത്തിക്കുമ്പോൾ അതിനെന്തായാലും അവർ ഹാൻഡിൽ ചെയ്യുന്ന, ട്രാവൽ ചെയ്യുന്ന ആ ഒരു ചാർജ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഒരു ഐറ്റം അയക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പാക്ക് ചെയ്യുന്ന ഇതൊരു കവർ ആയിക്കോട്ടെ, ബോക്സ് ആയിക്കോട്ടെ, എന്തൊരു ഐറ്റം ആയിക്കോട്ടെ, നമ്മളാദ്യം ഈ ഭാഗത്ത്, അതായത് നമ്മളുടെ ഈ ഒരു ഇടത് ഭാഗത്ത് നിങ്ങൾ ഫ്രം അഡ്രസ്സ് എഴുതണം. അതുപോലെ തന്നെ വലത് ഭാഗത്ത് നിങ്ങൾ ടു അഡ്രസ്സ് എഴുതണം. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടു അഡ്രസ്സ് വാങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അവരുടെ പേര്, വീട്ടുപേര്, സ്ഥലം, പോസ്റ്റ് ഓഫീസ്, ജില്ല, അതുപോലെ തന്നെ സംസ്ഥാനം, പിൻകോഡ്, ഫോൺ നമ്പർ, അവരെ വിളിച്ചാൽ കിട്ടുന്നൊരു മൊബൈൽ ഫോൺ നമ്പർ, ഇതെന്തായാലും വേണം. ഓക്കെ, ഇനിയിപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയക്കുമ്പോൾ നമ്മുടെ ഫ്രം അഡ്രസ്സിലും അയക്കുന്ന ആളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണ്ടി വരും. പ്രൈവറ്റ് കൊറിയർ ആകുമ്പോൾ ഞാൻ അയച്ചിട്ട് അനുഭവം വെച്ചിട്ട് നമുക്ക് നമ്മുടെ പേരും ഫോൺ നമ്പറും മാത്രം മതി അയക്കാൻ വേണ്ടിയിട്ട്, പിൻകോഡും. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് ഏറ്റവും റേറ്റ് കുറവിൽ കുറച്ചൊക്കെ സേഫസ്റ്റ് ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് പോസ്റ്റൽ സർവീസ് തന്നെയാണ്. കാരണം നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിലായിക്കോട്ടെ നമുക്ക് പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും. അപ്പോൾ ചില ഉള്ളേരിയകളിലൊന്നും നമ്മുടെ പ്രൈവറ്റ് കൊറിയേഴ്സ് അവർക്ക് ഡെലിവറി ഉണ്ടാവില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രൈവറ്റ് കൊറിയർ വഴി അയക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കസ്റ്റമേഴ്സ് പറയും ഞങ്ങൾക്ക് 15 കിലോമീറ്റർ 20 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്ത് പോകണം അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രൈവറ്റ് കൊറിയർ വഴി അയക്കേണ്ട, പോസ്റ്റ് ഓഫീസ് വഴി അയച്ചാൽ മതി പറയും. അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇങ്ങനൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റൽ സർവീസ് വഴി അയക്കാം. പക്ഷേ പോസ്റ്റൽ സർവീസ് വഴി അയക്കുമ്പോൾ നിങ്ങൾ എത്ര പാഴ്സൽ അയച്ചോട്ടെ, ഒരു ദിവസം നിങ്ങൾ 100-200 പാഴ്സൽ അയച്ചോട്ടെ, അവരുടെ ആ ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട് അവർക്ക്. അതായത് ഇത്ര ഗ്രാമിന് ഇത്ര,
ഇത്ര ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇത്ര ചാർജ് ചേഞ്ച് വരും. ഒരു സ്ഥലം അനുസരിച്ച് വെയിറ്റ് അനുസരിച്ച് ഒക്കെ സ്പീഡ് പോസ്റ്റിന് ചാർജ് വ്യത്യാസം വരാറുണ്ട്. അത് നമ്മൾ എത്രയോ അയച്ചോട്ടെ ആ ഒരു ഫിക്സഡ് ചാർജ് അവർ വാങ്ങും. അതിൽ നിന്ന് 1 രൂപ പോലും നിങ്ങൾക്ക് കുറച്ച് കിട്ടില്ല. ആ ഒരു ചാർജ് എത്ര, നിങ്ങൾ ഒരു പാഴ്സൽ കൊണ്ട് അയച്ചാലും നിങ്ങൾ ആ സ്ഥാനത്ത് ഒരു 100 എണ്ണം കൊണ്ട് അയച്ചാലും ആ ഒരു സെയിം ചാർജ് തന്നെ ആയിരിക്കും. ഈ 1/100 അതിലൊരു കുറവുണ്ടാവില്ല. പക്ഷേ ചില പ്രൈവറ്റ് കൊറിയേഴ്സിൽ നിങ്ങളിപ്പോൾ ഒരുപാട് പാഴ്സലൊക്കെ ഒരു ദിവസം അയക്കാമെന്നുണ്ടെങ്കിൽ അവർ ചാർജ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാറുണ്ട്. എനിക്ക് അനുഭവമില്ല, പക്ഷേ അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് നിങ്ങളിപ്പോൾ ഒരുപാട് പാഴ്സലൊക്കെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ 10 രൂപ 15 രൂപ 20 രൂപയൊക്കെ കുറച്ച് തരും എന്നുള്ളത് പറയാറുണ്ട്. പക്ഷേ നമ്മൾ നോർമലി അയക്കാറുള്ളത് പോസ്റ്റ് ഓഫീസ് വഴി തന്നെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഐറ്റംസ് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അറിയാം നമ്മളെപ്പോഴും കൂടുതലും പ്രിഫർ ചെയ്യുക പോസ്റ്റ് ഓഫീസാണ്. പിന്നെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ വേറെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഈ ഒരു പാഴ്സൽ നമ്മൾ അയച്ചത് കസ്റ്റമർക്ക് കിട്ടാൻ ചിലപ്പോൾ ഒരുപാട് ഡിലേ വരാറുണ്ട്. അത് നമ്മൾ കൂടുതലും ഔട്ട്സൈഡ് കേരള അയക്കുമ്പോഴാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഉത്തർപ്രദേശിലേക്ക് അയച്ചൊരു പാഴ്സൽ നോർമലി ഒരു 8 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് അവർക്ക് ഡെലിവർ ആവാറുണ്ട്. ഔട്ട്സൈഡ് അയക്കുന്ന UP ഒക്കെ ആകുമ്പോൾ കിട്ടാറുണ്ട്. പക്ഷേ ഇത് 1.5 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ആ പാഴ്സൽ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഒരു സർവീസിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഒന്നല്ല. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ ബിസിനസ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാൻ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി തന്നെ അയച്ചോളൂ. കാരണം അവർക്ക് ഹോം ഡെലിവറി ഉണ്ടാവും. അതുപോലെ തന്നെ എന്തായാലും അങ്ങനെ മിസ്സിങ് കാര്യങ്ങളൊന്നും വരാറില്ല. അവർ എന്തായാലും ഐറ്റംസ് കിട്ടും. പിന്നെ കുറച്ച് റേറ്റ് കുറവിൽ, നിങ്ങൾ കേരളത്തിനകത്ത് മാത്രമാണ് അയക്കുന്നതെന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് റേറ്റ് കുറവിന് അയച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്